മഴ പെയ്ത് കിട്ടിയ ഒരു പോയിന്റ് അതല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. 2026 IPL തുടങ്ങി പകുതി പിന്നിടുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കേട്ട അധിക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു അത്. അതെ, അതിലൊരു സത്യവുമുണ്ടായിരുന്നു. ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. 2026 IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കളത്തിലിറങ്ങുമ്പോൾ കപ്പടിക്കാം എന്ന മോഹം എല്ലാ ടീമിനെ പോലെ അവർക്കും ഉണ്ടായിരുന്നു. അജിങ്ക്യ രഹാനെയും പിള്ളാരും കളത്തിലിറങ്ങിയതും 2-1 കൽപ്പിച്ചു തന്നെ. എന്നാൽ തുടക്കം പാളിപ്പോയി. മറ്റ് ടീമുകൾക്ക് തുടക്കം നന്നാകുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടക്കമാണ് പാളിയത്. പഞ്ചാബ് കിങ്സിനെതിരെ മഴ കാരണം ലഭിച്ച ഒരു പോയിൻ്റായിരുന്നു ആദ്യ 7 കളികളിൽ നിന്നും അവരുടെ സമ്പാദ്യം. എന്നാൽ കളി മാറി. റിങ്കു സിംഗ് എന്ന ഇന്ത്യയുടെ യുവതാരം ഫോമിലേക്ക് ഉയർന്നപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഗ്രാഫും ഉയർന്നു. പിന്നെ തുടർച്ചയായ വിജയങ്ങൾ. എങ്കിലും പ്ലേ ഓഫ് കടക്കുവാൻ KKRന് സാധിച്ചില്ല. അവസാന കളി മുംബൈ രാജസ്ഥാനോട് ജയിക്കുകയും മികച്ച നെറ്റ് റൺ റേറ്റിൽ ഡൽഹിയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പഞ്ചാബ് കിങ്സിനൊപ്പം 15 പോയിൻ്റ് പങ്കിട്ട് നെറ്റ് റൺ റേറ്റിൻ്റെ ആനുകൂല്യത്തിൽ പ്ലേ ഓഫിൽ കടക്കുവാനുള്ള നേരിയ ചാൻസ് അത് അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ രാജസ്ഥാൻ മുംബൈയെ പരാജയപ്പെടുത്തിയതോടെ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഡൽഹിയായിട്ട് അവർക്ക് 40 റൺസിന് പരാജയം സമ്മതിക്കാൻ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. എവിടെയാണ് KKRന് കണക്കുകൂട്ടലുകൾ പിടച്ചത്? അജിങ്ക്യ രഹാനെയുടെ ക്യാപ്റ്റൻസി അത്ര മികച്ചതായിരുന്നോ? അത്ര നല്ല ഒരു ക്യാപ്റ്റനാണ് അജിങ്ക്യ രഹാനെ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ബോളിംഗ് ചേഞ്ചിലും ബാറ്റിംഗ് ഓർഡറിലുമെല്ലാം ആ പിഴവ് വ്യക്തമായിട്ടും കാണുവാൻ സാധിച്ചു. T20 വേൾഡ് കപ്പിൽ ന്യൂസിലൻഡിന് വേണ്ടി 33 ഗോളിൽ സെഞ്ചുറി നേടിയ ഫിൻ അലൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് കടന്നു വരുമ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. ആ പ്രതീക്ഷ അദ്ദേഹം ഒരു പരിധിവരെ ഒരു മത്സരത്തിൽ കാഴ്ചവെക്കുകയും ചെയ്തു, ഒരു സെഞ്ചുറി. എന്നാൽ ടീമിനെ മുന്നോട്ട് നയിക്കുവാൻ അതൊന്നും മതിയായിരുന്നില്ല. തുടക്കത്തിൽ റിങ്കു സിംഗ് പക്ക ഫ്ലോപ്പായി പോയി. പിന്നീട് അദ്ദേഹം ഒരു ഫിനിഷ് പക്ഷിയെപ്പോലെ ഉയർത്തെണീറ്റു. അത് ടീമിനാകെ പുത്തൻ ഉണർവാണ് സമ്മാനിച്ചത്. എടുത്തു പറയേണ്ട പ്രകടനം അംഗ്രീഷ് രഘുവംശിയുടേതാണ്. താരതമ്യേന ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ അംഗ്രീഷ് രഘുവംശിക്ക് സാധിച്ചു. റോമാൻ പവലും തുടർന്ന് വന്ന പ്ലെയേഴ്സും എല്ലാവരും തന്നെ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാനാവാതെ കുഴങ്ങുന്ന കാഴ്ച കണ്ടു. കോടികൾ മുടക്കി വാങ്ങിയ കാമറൂൺ ഗ്രീൻ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചില്ല. തുടക്ക സമയത്ത് ബോൾ ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ബോൾ ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് അജിങ്ക്യ രഹാനെയുടെ മറുപടിയും വളരെയധികം വിവാദത്തിലാക്കി. അത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിനോട് ചോദിക്കൂ. പിന്നീട് ഗ്രീൻ ബോളിങ്ങിൽ വരികയും വിക്കറ്റ് നേടുകയും ചെയ്യുന്നത് നാം കണ്ടു. ഇത് നേരത്തെ ആയിക്കൂടായിരുന്നോ? മനീഷ് പാണ്ഡ്യയ്ക്ക് അവസരം ലഭിക്കുന്നത് അവസാന സമയത്താണ്. ഒരു പ്ലെയർ ഓഫ് ദ മാച്ചും അദ്ദേഹം നേടി. അദ്ദേഹത്തിനും കുറച്ചു നേരത്തെ അവസരം കൊടുക്കാമായിരുന്നു. ഫിന്നലിനെ മാറ്റി ടീം സെഫേർട്ടിനെ കൊണ്ടുവന്നതും അമ്പെ പാളിപ്പോയി. ബോളിങ്ങിലേക്ക് വരുമ്പോൾ ലോകോത്തര ബോളേഴ്സാണ് KKRന് ഉണ്ടായിരുന്നത്. സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും എല്ലാം മികച്ച ബോളേഴ്സ് തന്നെ. പക്ഷേ പ്രതിഭയ്ക്കത്ത് ഉയരുവാൻ അവർക്ക് സാധിച്ചോ എന്ന് പല മത്സരങ്ങളിലും നമുക്ക് സംശയം തോന്നി. വിക്കറ്റ് ടേക്കേഴ്സിൻ്റെ കാര്യത്തിൽ കാർത്തിക് ത്യാഗി 18 വിക്കറ്റ് നേടി KKRൻ്റെ ടോപ്പായിട്ടുണ്ട്. എന്നാലും റൺസ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹവും ഒട്ടും പിശുക്ക് കാണിച്ചില്ല. സുനിൽ നരേൻ്റെയും വരുൺ ചക്രവർത്തിയുടെയും പ്രകടനം ചില മത്സരങ്ങളിൽ അവർക്ക് വിജയം സമ്മാനിച്ചെങ്കിലും ഒരു ടീം എന്ന നിലയിൽ അത് ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കുക എന്ന നിലയിൽ അവർ അമ്പ പരാജയമാണെന്ന് സംശയമില്ലാതെ പറയേണ്ടി വരും. ഇനിയൊരു IPL കിരീടം ഉയർത്തുവാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഈ ടീം കൊണ്ട് സാധിക്കുമോ? കണ്ടറിയണം. T20 വേൾഡ് കപ്പിലെ താരമായിരുന്ന ബ്ലസിൻ മുസറവാനിയെ ടീമിലെത്തിച്ചത്
വളരെ നല്ലൊരു നേട്ടമായാണ് എല്ലാവരും വിശേഷിപ്പിച്ചത്. എന്നാൽ ബ്ലെസിൻ മുസറവാനിക്ക് കാര്യമായി ഒന്നും തന്നെ ടീമിന് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല. മതീഷ് ബദ്രാനെയും അങ്ങനെ തന്നെ. ഇനിയും മികച്ച ടീമുകൾ, മികച്ച താരങ്ങൾ ഈ ടീമിലേക്ക് വന്നാൽ മാത്രമാണ്, മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒരു തിരിച്ചുവരവുള്ളൂ. വൈഭവ് അറോറ തുടക്ക സമയത്ത് നന്നായി പന്തെറിഞ്ഞെങ്കിലും വിട്ടുകൊടുക്കുന്ന റൺസിന് കൈയും കണക്കുമില്ലാതെ വന്നപ്പോൾ ക്യാപ്റ്റനും മാനേജ്മെൻറ്റിനും അദ്ദേഹത്തെ പുറത്തിരുത്തേണ്ടി വന്നു. ശ്രേയസ് അയ്യരിനെ വിട്ടുകൊടുത്തതിൻ്റെ സങ്കടമായിരുന്നു കഴിഞ്ഞ സീസണെങ്കിൽ ഈ സീസണിൽ അവർ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആരുണ്ടായിട്ടും എന്താണ് കാര്യം, എടുത്ത താരങ്ങൾ കളിക്കണ്ടേ? 2027 വരുമ്പോൾ ആ പഴയ ചാമ്പ്യൻ ടീമായി KKR വീണ്ടും തിരികെ വരുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.